സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര തുടരുന്നത്. ഇന്ന് ആദ്യം പോകുന്നത് കഴക്കൂട്ടത്തേക്കാണ്. ത്രികോണ മത്സരത്തിന്റെ എല്ലാ ചൂരും കഴക്കൂട്ടത്തുണ്ട്. ഇത്തവണ കഴക്കൂട്ടത്ത് നിന്ന് ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. നമ്മുടെ മുന്നിലേക്ക് ആ വിവരങ്ങൾ വന്നിരിക്കുകയാണ്. LDF-ന്റെ കാൻഡിഡേറ്റ് ആണ് കടകംപള്ളി സുരേന്ദ്രൻ. UDF-ൽ നിന്ന് ശരത്ചന്ദ്ര പ്രസാദും NDA-യിൽ നിന്ന് V മുരളീധരനും. നോക്കൂ, സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും തലയെടുപ്പുള്ള 3 നേതാക്കൾ തന്നെയാണ് അണിനിരക്കുന്നത് കഴക്കൂട്ടത്ത്. V മുരളീധരൻ BJP-യുടെ മുൻ അധ്യക്ഷൻ, കേന്ദ്രമന്ത്രി. കടകംപള്ളി സുരേന്ദ്രൻ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ചത്. അതുകൊണ്ട് തന്നെയാണ് കടകംപള്ളി തന്നെ കഴക്കൂട്ടം പിടിക്കാൻ ഇത്തവണയും ഉണ്ടാകണം എന്നുള്ള ആവശ്യം പാർട്ടി തലത്തിൽ ഉയർന്നു വരികയും കടകംപള്ളി സുരേന്ദ്രൻ വീണ്ടും അവിടെ ടൈം വ്യവസ്ഥയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാവുകയും ചെയ്യുന്നത്. UDF-ന്റെ സ്ഥാനാർത്ഥി ശരത്ചന്ദ്ര പ്രസാദാണ്. ശരത്ചന്ദ്ര പ്രസാദിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനമൊക്കെ LDF ഉന്നയിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ശരത്ചന്ദ്ര പ്രസാദ് അവിടെ സ്ഥാനാർത്ഥിയായത്? ഡീലിന്റെ തെളിവാണ് എന്നതൊക്കെയുള്ള ആരോപണങ്ങളാണ് LDF മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദിന് കഴക്കൂട്ടത്ത് വലിയ തോതിലുള്ള ബന്ധങ്ങളുണ്ട്, കുടുംബ ബന്ധങ്ങളുണ്ട്, വോട്ട് സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ് UDF അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം പ്രചാരണ വിഷയമാകുന്ന കഴക്കൂട്ടത്ത് നിന്ന് ആരാണ് കേരള നിയമസഭയിലേക്ക് എത്തുക എന്നത് വലിയ ആകാംക്ഷയാണ്. ഹരിമോഹൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഹരി, 3 പേരും, നമ്മൾ ഈ കാണുന്ന 3 പേരും വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന വലിയ പാർട്ടി അടിത്തറയുള്ള നേതാക്കൾ തന്നെയാണ്. നമുക്കറിയാം, കഴക്കൂട്ടത്ത് കഴിഞ്ഞ ഒരൊറ്റത്തവണ V മുരളീധരൻ സമാഹരിച്ച വോട്ട് എന്ന് പറയുന്നത് ഒരു മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ നോക്കിയാൽ തന്നെ വലിയ മുന്നേറ്റമാണ്. സ്വാഭാവികമായും വലിയ പ്രതീക്ഷ BJP-യോട് മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറത്ത് നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. മറ്റൊന്നും അവിടെ ഫാക്ടർ ആകില്ല എന്നുള്ളതാണ് LDF-ന്റെ വിശ്വാസം. എന്തായിരിക്കും ചിത്രം? അത് തീർച്ചയായിട്ടും 3 സ്ഥാനാർത്ഥികളും കഴക്കൂട്ടത്തെ സംബന്ധിച്ച് അവിടെ അടിത്തറയുള്ള നേതാക്കൾ തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കടകംപള്ളി സുരേന്ദ്രൻ അല്ലാതെ മറ്റൊരു ഓപ്ഷനിലേക്ക് ഇക്കുറി CPM ആലോചിച്ചിട്ട് പോലുമില്ല എന്നുള്ളതാണ്. അതായത് കഴക്കൂട്ടം പിടിച്ചു നിർത്തണമെങ്കിൽ കടകംപള്ളി സുരേന്ദ്രന്റെ ബന്ധങ്ങൾ തന്നെ ഉപയോഗിക്കണം എന്നുള്ളതായിരുന്നു CPM-ന്റെ വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 ടേം മത്സരിച്ച് വിജയിച്ച കടകംപള്ളി സുരേന്ദ്രൻ തന്നെ കഴക്കൂട്ടത്ത് നിർത്താൻ വേണ്ടി CPM തീരുമാനിച്ചത്. അതേസമയം തന്നെ മുൻപ്, അതായത് 2016-ൽ V മുരളീധരൻ 42,000 വോട്ട് കഴക്കൂട്ടത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ അവിടെ ശോഭാ സുരേന്ദ്രനായിരുന്നു മത്സരിച്ച. ചെറിയൊരു വ്യത്യാസം ഉണ്ടായി എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരേ വോട്ട് വിഹിതം തന്നെയാണ് BJP-യെ സംബന്ധിച്ച് കിട്ടിയത്. അതുകൊണ്ട് തന്നെ 2016-ൽ 42,000 വോട്ട് പിടിച്ച V മുരളീധരൻ തന്നെ ഇക്കുറിയും വീണ്ടും മത്സരത്തിന് ഇറക്കി എന്നുള്ളതാണ് BJP-യെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഈ മണ്ഡലത്തിൽ തന്നെ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു V മുരളീധരൻ ചെയ്തത്. അതായത് കഴക്കൂട്ടം വിട്ട് V മുരളീധരൻ പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ നാളുകളിൽ നമ്മളൊക്കെ തന്നെയും കണ്ടത്. അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന്റെ ഒത്ത എതിരാളിയായിട്ടാണ് V മുരളീധരനെ BJP കാണുന്നത്. ഇക്കുറി ശരത്ചന്ദ്ര പ്രസാദാണ് അപ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ UDF അവതരിപ്പിച്ചത്. മുൻപ് UDF-ന്റെ കൈകളിലിരുന്ന് MA വാഹിദിൽ കൂടി ഒന്നിലധികം വട്ടം മണ്ഡലം പിടിച്ചെടുത്ത ചരിത്രം കൂടി കോൺഗ്രസിലുണ്ട്. പക്ഷേ പിന്നീട് 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുകയായിരുന്നു ചെയ്തത്. പക്ഷേ ഇക്കുറി ശരത്ചന്ദ്ര പ്രസാദിനെ കൊണ്ടുവന്നതോടുകൂടി കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ശരത്ചന്ദ്ര പ്രസാദിനെ പോലൊരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും കഴക്കൂട്ടം എന്നുള്ളൊരു മണ്ഡലത്തിൽ വ്യക്തിപരമായ ബന്ധങ്ങളുണ്ട്, ആ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. മാത്രമല്ല പാർട്ടി സംവിധാനം ഉപയോഗിക്കാനും കഴിയുമെന്നുള്ളതാണ്. അതായത് ആക്ഷേപങ്ങൾ LDF നിരത്തുന്നു എന്നുള്ളത് അത് കേവലം രാഷ്ട്രീയ ആക്ഷേപങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ശരത്ചന്ദ്ര പ്രസാദാണ് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസ് ഉയർത്തി കാണിക്കുന്ന ഒരു കാര്യം. ഇതിനോടകം ചില സ്ഥാനാർത്ഥികൾ തന്നെയാണ് കഴക്കൂട്ടത്തെ ഏറ്റവും ശ്രദ്ധേയ കേന്ദ്രമാക്കുന്നത്. പിന്നെ അവിടുത്തെ വോട്ടുകളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളുമൊക്കെ നമുക്ക് ദൃശ്യമാണ്. നമുക്ക് കഴക്കൂട്ടത്തെ കണക്കുകൾ കൂടി നോക്കാം. നമ്മുടെ മുന്നിലേക്ക് ആ കണക്കുകൾ കൂടി വരികയാണ്. LDF കഴിഞ്ഞ തവണ മണ്ഡലത്തിൽ നിന്ന് സമാഹരിച്ച വോട്ട് എത്രയാണ് എന്നത് നമുക്ക് നോക്കാം. നോക്കൂ, 3 പേരുടെയും കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ LDF സമാഹരിച്ച വോട്ട് 63,690 വോട്ടാണ്. NDA 40,193 വോട്ടാണ്. UDF-ന് അവിടെയുള്ളത് 32,925 വോട്ടാണ്. ഭൂരിപക്ഷം നോക്കൂ, 23,497 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ കടകംപള്ളി സുരേന്ദ്രൻ അവിടെ നിന്ന് ജയിച്ചത്. കഴക്കൂട്ടത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2025-ലെ കണക്ക് നോക്കിയാലോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 2025-ലെ കണക്കുകൾ നമ്മുടെ മുന്നിലേക്ക് ഉടൻ തന്നെ എത്തും. LDF അവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തമാക്കിയ വോട്ടിന്റെ കണക്ക് നമുക്ക് പരിശോധിക്കാം. ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിന്റെ കണക്ക് നോക്കുമ്പോഴാണല്ലോ നമുക്ക് കുറച്ചുകൂടി വ്യക്തത വരിക. LDF 41,989 വോട്ടാണ് അവിടെ നിന്ന് സമാഹരിച്ചതെങ്കിൽ NDA 40,072 വോട്ടുകൾ. നോക്കൂ, നേരിയ ഭൂരിപക്ഷം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് സമാഹരിക്കാൻ കഴിഞ്ഞത്. UDF-ന് 29,908 വോട്ട്. അതായത് UDF-ന്റെ വോട്ടിൽ നേരിയ തോതിൽ പിന്നാക്കാവസ്ഥയും ഉണ്ടാകുന്നുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ LDF-ന്റെ ലീഡ് 2,000-ൽ താഴെയാണ്. 1,909 വോട്ടിന്റെ ലീഡ് മാത്രമാണ്
LDF-ന് കഴക്കൂട്ടം മണ്ഡലത്തിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, അതായത് മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എവിടെ നിന്നാണ്? 23,000 വോട്ടിന്റെ ഭൂരിപക്ഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഇടത്താണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 1909 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷം LDF-ന് കഴക്കൂട്ടത്തുണ്ടാകുന്നത്. പക്ഷെ ആ പാറ്റേൺ നിയമസഭയിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് LDF-ന്റെ ആത്മവിശ്വാസം. ആ പാറ്റേണിനെയും കടത്തിവെട്ടുമെന്നുള്ളതാണ് NDA-യുടെ ആത്മവിശ്വാസം.